ഓക്കെ, ഇപ്പം നമുക്ക് അടുത്ത് എടുക്കാൻ പോകുന്നത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. ഒരു കോഷീസ് തിയറം, പിന്നെ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല. ഇത് കഴിഞ്ഞിട്ട് ഒരു ലാറൻസ് സീരീസ്, ടൈലർ സീരീസ്, ഇത്രയാകുമ്പോൾ നമുക്ക് ആ ഫോർത്ത് മോഡ്യൂൾ തീർന്നു കിട്ടും. ഓക്കെ, നമുക്ക് ആ കോഷീസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഫസ്റ്റ് നോക്കാം. കോഷീസ് തിയറം, കോഷീസ് തിയറം. സോ അതിങ്ങനെയാണ്: ഇഫ് f of z is analytic inside and on a simple closed curve C, then integral over C f of z dz equal to 0 ആണ്. ഓക്കെ, വളരെ ക്ലിയറാണ്. നമുക്ക് അനാലിറ്റിക് ഫംഗ്ഷനെ കുറിച്ച് നമ്മുടെ ഫസ്റ്റ് മോഡിൽ കോംപ്ലക്സ് ഡിഫറൻസിയേഷനിൽ നോക്കിയായിരുന്നു. ഇപ്പോൾ ഒരു Z0 എന്നൊരു പോയിൻ്റ്, Z0 ഒരു പോയിന്റിൽ എഫ് ഓഫ് ഇസഡ് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എഫ് ഓഫ് ഇസഡ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് Z0. അനാലിറ്റിക് ആവുന്ന എപ്പോഴാണ്? ആ Z0ൻ്റെ തൊട്ടടുത്ത പോയിൻറ്റ്സിൽ, അതിൻ്റെ നെയ്ബർഹുഡ്, ഏതെങ്കിലും ഒരു നെയ്ബർഹുഡിൽ എഫ് ഓഫ് ഇസഡ് അനാലിറ്റിക് ആണെങ്കിൽ, എഫ് ഓഫ് ഇസഡ് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ, ആ പോയിന്റിൽ മാത്രം ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അതിന് ഡിഫറൻഷ്യബിൾ അറ്റ് Z0 എന്ന് പറയാം. Z0ൻ്റെ നെയ്ബർഹുഡിൽ കൂടെ, അതിൻ്റെ അടുത്തിരിക്കുന്ന പോയിൻറ്റ്സിൽ കൂടെ അത് അനാലിറ്റിക് ആണെങ്കിൽ, അത് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് പറയും? അനാലിറ്റിക് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ഫംഗ്ഷൻ, ഒരു എഫ് ഓഫ് ഇസഡ്, ഒരു സർക്കിൾ, ഒരു ക്ലോസ്ഡ് കർവ് ഇരിക്കുകയാണ്. ക്ലോസ്ഡ് കർവ് സിൻ്റെ ഇൻസൈഡും സിൻ്റെ മുകളിലും, ഓൺ ദ സർക്കിളിനും ആ സിൻ്റെ ഇൻസൈഡും അത് അനാലിറ്റിക് ആണെങ്കിൽ നീ ഇൻ്റഗ്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യണം തന്നിരിക്കുന്നത്? ഗിവൺ ഒരു ഇൻ്റഗ്രേഷൻ തന്നിരിക്കുന്ന ഇൻ്റഗ്രൻറ്റിന് എഫ് ഓഫ് ഇസഡ് എന്ന് എടുക്കും. അവിടെ അനാലിറ്റിക് ഫെയിലിയർ ആവുന്ന പോയിൻറ്റ്സ് ഏതൊക്കെയാണ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യും. അനാലിറ്റിക് ഫെയിലിയർ ആവുന്ന പോയിൻ്റ് ഉണ്ടെങ്കിൽ ആ പോയിൻറ്റുകൾ സർക്കിളിൻ്റെ പുറത്തുനിന്ന് നോക്കും. സർക്കിളിൻ്റെ പുറത്താണെങ്കിൽ നമുക്ക് എന്ത് കൺക്ലൂഷനിൽ വരാം? സർക്കിളിൻ്റെ പുറത്താണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? സർക്കിളിൻ്റെ അകത്തും ഓൺ ദ സർക്കിളിലും അത് അനാലിറ്റിക്കാണ്. അനാലിറ്റിക് ഫെയിലിയർ ആവുന്ന പോയിൻ്റ് എവിടെ ഇരിക്കുന്നത്? സർക്കിളിൻ്റെ പുറത്തായിരിക്കുന്നത്. സോ അങ്ങനെ ആണെങ്കിൽ നമുക്ക് അവിടെ വെച്ച് നമുക്ക് കൺഫ്യൂസ് ചെയ്യാം, കൺക്ലൂഡ് ചെയ്യാം ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്, ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പോകുന്ന ആ ഫംഗ്ഷനെ എഫ് ഓഫ് ഇസഡ് എന്നെടുക്കും. അവിടെ അനാലിറ്റിക് ഫെയിലിയർ ആവുന്ന പോയിൻറ്റ്സ് ഉണ്ടാകുന്ന നോക്കും. ആ പോയിൻറ്റ്സൊക്കെ സർക്കിളിൻ്റെ ഔട്ട് സൈഡ് ആണെങ്കിൽ, ഓൺ ദ സർക്കിളിൻ്റെ ഔട്ട് സൈഡ് എന്ന് പറയുമ്പോൾ മീനിങ് എന്താണ്? ഓൺ ദ സർക്കിളിനില്ല, സർക്കിളിൻ്റെ ഇൻസൈഡ് ഇല്ലാതെ ഔട്ട് സൈഡിലിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇൻ്റഗ്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ഡി ഇസഡിൻ്റെ വാല്യൂ 0 ആണ്. ഇത് കോഷീസ് കണ്ടെത്തിയ സത്യമാണ്. അത് വലിയൊരു തിയറമാണ് കോംപ്ലക്സ് അനാലിസിസിൽ. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങൾക്കൊരു കാര്യം തോന്നുമായിരിക്കും, എന്താണ് ഇപ്പോൾ ഒരു പോയിൻ്റ് എപ്പോഴാണ് സർക്കിളിൻ്റെ അകത്തിരിക്കുന്നത്, എങ്ങനെയാണ് സർക്കിളിൻ്റെ പുറത്തിരിക്കുന്നത്, എങ്ങനെയാണ് സർക്കിളെ ട്രേസ് ചെയ്ത് ആ പോയിൻ്റ് ഇടണം? സൈക്കിളെ ട്രേസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം എങ്ങനെയാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഒരു പോയിൻ്റ് സർക്കിളിൻ്റെ അകത്താണോ അല്ലെങ്കിൽ ഒരു പോയിൻ്റ് സർക്കിളിൻ്റെ പുറത്താണോ ചെക്ക് ചെയ്യേണ്ടത്? ഞാൻ എടുക്കുന്ന ഒരു എക്സാമ്പിൾ നമ്പർ 1. ഓക്കെ, സോ ഞാൻ എടുക്കുന്ന ഒരു ഫംഗ്ഷൻ മോഡുലസ് ഓഫ് ഒരു സർക്കിൾ, ഇത് സർക്കിളാണ്. മോഡുലസ് ഓഫ് ഇസഡ് മൈനസ് 2 + 3i ഈക്വൽ ടു 1. സോ ഇങ്ങനെ ഞാൻ ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ എടുത്ത്, ഈ സർക്കിളിൻ്റെ ഇക്വേഷൻ ആകുമ്പോൾ നമുക്കറിയാം ഇസഡ് മൈനസ് എ, മോഡുലസ് ഓഫ് ഇസഡ് മൈനസ് എ ഈക്വൽ ടു ആർ, എ സെൻറ്ററും ആർ റേഡിയസും. ആ ഫോമിൽ കൊണ്ടുപോയി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാൻ എക്സാമ്പിൾ 1 ഫസ്റ്റ് പോയിൻ്റ് എടുക്കുന്നത് നമ്പർ 1. ഞാൻ എടുക്കുന്നത് ഇസഡ് ഈക്വൽ ടു 1+ അല്ലെങ്കിൽ 2 എന്തായിരിക്കട്ടെ 2 + i, ഒരു 2 + i എന്നൊരു പോയിൻ്റ് എടുക്കുന്നത്. ഈ 2 + i എന്നൊരു പോയിൻ്റ് സർക്കിളിൻ്റെ ഇൻസൈഡാണോ ഔട്ട് സൈഡാണോ ചെക്ക് ചെയ്യാൻ വേണ്ടി ഈ ഇസഡിൻ്റെ പ്ലേസിൽ നമുക്ക് 2 + i സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആ ഇസഡിൻ്റെ പ്ലേസിൽ 2 + i സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിന് സിംപ്ലിഫൈ ചെയ്ത് അതിൻ്റെ മോഡുലസ് കാണണം. നിനക്കെല്ലാം വളരെ ക്ലിയറായിട്ട് അറിയുന്ന ഫോമിലാണ് മോഡുലസ് ഓഫ് a + ib അല്ലെങ്കിൽ മോഡുലസ് ഓഫ് x + iy ഈക്വൽ ടു x² + സ്ക്വയർ റൂട്ട് ഓഫ് x² + y² ആണ്. എന്ത് ചെയ്യണം? റിയൽ പാർട്ടിനെ സ്ക്വയർ ചെയ്യണം, ഇമാജിനറി പാർട്ട് സ്ക്വയർ ചെയ്യണം, ആഡ് ചെയ്യണം, പിന്നെ അതിനെ റൂട്ടിനകത്തിടണം. ഓക്കെ, ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ പോയിൻ്റ്, ഫസ്റ്റ് എക്സാമ്പിളിൽ വരുന്ന ഈ പോയിൻ്റ് നമുക്ക് എന്ത് ചെയ്യുന്നു? ഈ ഇസഡിൻ്റെ പ്ലേസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇതിന് ഞാൻ അതിനുവേണ്ടി ഇക്വേഷൻ നമ്പർ 1 എന്ന് എടുക്കുന്നത്. സോ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു.
1 implies റേഡിയസ് നോക്കാതെ ആ പോയിൻ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്താവും 2 + i - 2 + 3i ഈക്വൽ ടു എന്താവും 2ഉം -2ഉം ക്യാൻസൽ ആവും. i പ്ലസ് ഇതിൻ്റെ വാല്യൂ എന്താണ് മോഡുലസ് ഓഫ് 3i. മോഡുലസ് ഓഫ് 3iയുടെ വാല്യൂ ഇവിടെ റിയൽ പാർട്ടില്ല. റിയൽ പാർട്ടില്ലെങ്കിൽ നമുക്ക് ഇത് എങ്ങനെ എടുക്കാം 0 + 3 എന്ന് എടുക്കാം. അപ്പോൾ അതിൻ്റെ മോഡുലസ് എന്തായിരിക്കും √0² + 3² എന്നാവും. x + iy ആണെങ്കിൽ √x² + y² ആണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് എന്താണ് നമുക്ക് 3i ആണ്. അപ്പോൾ എന്തോരം നമുക്ക് അതിൻ്റെ വാല്യൂ ഈക്വൽ ടു √0² + 3². സോ ഈക്വൽ ടു 9 എന്നാവും. അതിൻ്റെ വാല്യൂ 3 ആണ്. സോ 3 നമുക്ക് ഈ തന്നിരിക്കുന്ന ഈ റേഡിയസ് ഇപ്പോൾ നോക്കുക 3 > 1 ആണ്. നമ്മുടെ റേഡിയസിനെക്കാട്ടിലും 3 ഗ്രേറ്റർ ആണ്. റേഡിയസിനെക്കാട്ടിലും 3 ഗ്രേറ്റർ ആണെങ്കിൽ നമുക്ക് എന്ത് കൺക്ലൂഷനിൽ വരാം ആ പോയിൻ്റ് സർക്കിളിൻ്റെ ഔട്ട് സൈഡാണ്. അപ്പോൾ റേഡിയസിന് അങ്ങനെ വച്ചിട്ട് ഇസറ്റിൻ്റെ പ്ലേസിൽ നമ്മൾ തന്നിരിക്കുന്ന പോയിൻ്റ് 2 + iനെ ഏത് പോയിൻ്റാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ നമുക്കിവിടെ 2ഉം -2ഉം ക്യാൻസലായി i + 3യുടെ വാല്യൂ കണ്ട. ഞാൻ ഇടുന്ന മിസ്റ്റേക്ക് നോക്കുക i + 3യുടെ വാല്യൂ 4i ആണ്. കുറച്ച് കെയർഫുള്ളായിട്ട് പിള്ളേർ നോക്കണേ. i + 3 = 4i. അപ്പോൾ ഇവിടെ എന്തായിരിക്കും 4² എന്നാവും. 4² ആകുമ്പോൾ അതിൻ്റെ വാല്യൂ 16 ആണ്. 16ൻ്റെ റൂട്ട് 4 ആണ്. എന്തായാലും 4 > 1 ആണ്. ഓക്കെ, കുറച്ച് കെയർഫുള്ളായിട്ട് നോക്കുക. നമുക്ക് നിങ്ങൾ സ്റ്റുഡൻസുകൾ ഫ്രണ്ടിൽ ഉണ്ടായിരുന്ന ചെറിയ മിസ്റ്റേക്കുകളാണെങ്കിൽ പറയും, നിങ്ങൾ അത് ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ, i + 3i = 4i. ഇതിൻ്റെ സ്ക്വയർ എടുക്കുകയാണെങ്കിൽ 0² + 4². അതിൻ്റെ വാല്യൂ 16 ആണ്. സോ 16 ആകുമ്പോൾ 4 that is greater than 1. So 4 greater than 1 ആകുമ്പോൾ നമുക്ക് സർക്കിളിൻ്റെ ഔട്ട് സൈഡാണ്. therefore z equal to 2 + i lies outside the circle. നമ്മൾ തന്നിരിക്കുന്ന സർക്കിൾ മോഡുലസ് ഓഫ് z - 2 + 3i ഈക്വൽ ടു 1. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കി. ആ എക്സാമ്പിളിൽ പോയിൻ്റ് ഔട്ട് സൈഡാണ്. ഇപ്പോൾ ഞാൻ അടുത്തൊരു പോയിൻ്റ് കൂടെ എടുക്കുന്നത്. അടുത്ത പോയിൻ്റ് z equal to -2. സോറി, അല്ലെങ്കിൽ എടുക്കാം 2 എടുക്കാം. 2 - 5/2i. 2 - 5/2i. സോ ഈ പോയിൻ്റ് സർക്കിളിൻ്റെ ഇൻസൈഡ് ആ ഔട്ട് സൈഡ് ചെക്ക് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യണം ഇക്വേഷൻ നമ്പർ 1ൽ ഈ വാല്യൂയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 1ൻ്റെ ഗ്രേറ്റർ ആണെങ്കിൽ ഔട്ട് സൈഡ്, <1 ആണെങ്കിൽ ഇൻസൈഡാണ്. അപ്പോൾ ഞാൻ ആ പോയിൻ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോ ഈക്വൽ കുറച്ച് കെയർഫുള്ളായി നോക്കുക. therefore 1 implies എന്താവും ഇസറ്റിൻ്റെ പ്ലേസിൽ 2 - 5/2i പിന്നെ -2 + 3i. ഇതിൻ്റെ വാല്യൂ കാണണമേ ഈക്വൽ ടു ഇവിടെ 2 - 2 ക്യാൻസൽ ആവും. ബാക്കി വരുന്നത് -5/2 + 3i. ഓക്കെ, ഇതിൻ്റെ LC എടുക്കുമ്പോൾ ഇവിടെ എന്താവും 6i എന്നാവും. 6i - 5iയുടെ വാല്യൂ 1i ആണ്. സോ അപ്പോൾ എന്ത് കിട്ടും നിനക്ക് മോഡുലസ് ഓഫ് i/2. ഒന്നുകൂടെ പറയുന്നേക്കാൾ ഇവിടെ 2 ഇവിടെ ആകുമ്പോൾ എന്താവും 6i എന്നാവും. 6i - 5i ആകുമ്പോൾ അതിൻ്റെ വാല്യൂ i ആണ്. സോ അങ്ങനെ മോഡുലസ് ഓഫ് i/2 എന്ന് കിട്ടും. ഓക്കെ, മോഡുലസ് ഓഫ് i/2 ആകുമ്പോൾ ഇവിടെ നമുക്ക് റിയൽ പാർട്ട് വേണമെങ്കിൽ എടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് 0 + i × 1/2. ഇത് കോംപ്ലക്സ് നമ്പറിൻ്റെ ഫോർമുലായി. ഇത്രയ്ക്ക് എഴുതേണ്ട ആവശ്യമില്ല. 0 + i × 1/2. ഇതിൻ്റെ മോഡുലസ് എന്താണ് √0² + 1/2². സോ ഈക്വൽ ടു എന്ത് വരും √1/2² എന്നാവും. സോ അതിൻ്റെ വാല്യൂ 1/2 ആണ്. 1/2 < 1 ആണ്. 1/2 < 1 ആയതുകൊണ്ട് നമ്മൾ എന്ത് കൺക്ലൂഷന് വരാം ഈ റേഡിയസിനായിട്ടും കുറവായതുകൊണ്ട് നമുക്ക് എന്ത് കൺക്ലൂഷന് വരാം. അപ്പോൾ therefore എന്താണ് z equal to 2 - 5/2i lies inside the circle. ഓക്കെ, അപ്പോൾ കാര്യം വളരെ ക്ലിയർ ആണ്. വേറെ എക്സാമ്പിൾ കൂടെ എടുക്കുന്നില്ല. ഈ ഒരു എക്സാമ്പിളാണ് നമുക്ക് തന്നിരിക്കുന്ന സർക്കിൾ ഇക്വേഷൻ. ഞാൻ ഒരു പോയിൻ്റ് എടുത്ത് 2 + i എന്ന് ഇവിടെ 2 + i സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -2 പോയി 4i എന്നായി. 4iൻ്റെ മോഡുലസ് അവിടെ റിയൽ പാർട്ടില്ല. √0² + 4² എന്നാവും. ദാറ്റ് ഈസ് 16 ആണ്. 16ൻ്റെ റൂട്ട് അല്ലെങ്കിൽ 4² റൂട്ട് 4 ആണ്. സോ അത് > 1 ആയതുകൊണ്ട് റേഡിയസിനെക്കാട്ടിൽ കൂടുതലായതുകൊണ്ട് സർക്കിളിൻ്റെ ഔട്ട് സൈഡാണ്. അപ്പോൾ റേഡിയസിനായിട്ട് കൂടുതൽ വരുമ്പോൾ സർക്കിളിൻ്റെ ഔട്ട് സൈഡാണ്. പിന്നെ അടുത്തൊരു പോയിൻ്റ് എടുത്ത് 2 - 5/2i
ഇവിടെ 2 - 2 ക്യാൻസലാണ്. എൽ സി എടുക്കുമ്പോൾ I/2 എന്ന് പറയുമ്പോൾ അതിൻ്റെ വില I × 1/2 ആണ്. സോ I × 1/2. സോ അതിൻ്റെ മോഡലസ് എന്തായിരിക്കും? √0² + 1/2 the whole square. ദാറ്റ് ഈസ് 1/2 the whole square മോഡലസ് √1/2 ആണ്. 1/2 ലെസ് ദാൻ 1 ആയതുകൊണ്ട് ആ പോയിന്റ് ലൈസ് ഇൻസൈഡ്. അപ്പോൾ നമുക്കിപ്പോൾ അറിയുന്നൊരു ഇതെന്ന് പറഞ്ഞാൽ ഒരു പോയിൻ്റ് സർക്കിളിൻ്റെ ഇൻസൈഡാ ഔട്ട്സൈഡാ സർക്കിൾ ട്രേസ് ചെയ്യേണ്ട ആവശ്യമില്ല. ചില ടെക്സ്റ്റ് നോക്കുകയാണെങ്കിലും അവരെന്ത് ചെയ്യും, ഈ സർക്കിൾ ട്രേസ് ചെയ്ത് ഈ പോയിൻ്റ് ഇൻസൈഡ് ഔട്ട്സൈഡ് നോക്കും. അതിൽ നമുക്ക് ഒരു കാര്യമില്ല. ഇത് എക്സാക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും. തന്നിരിക്കുന്ന പോയിൻ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. റേഡിയസിനെക്കാട്ടിലും ഗ്രേറ്റർ ആണെങ്കിൽ ആ പോയിൻ്റ് സർക്കിളിൻ്റെ ഔട്ട്സൈഡാണ്. റേഡിയസിനാട്ടിൽ ലെസ് ദാൻ ആണെങ്കിൽ ആ പോയിൻ്റ് ലൈസ് ഇൻസൈഡാണ്. ആ ഒരു പോയിൻ്റ് ക്ലിയറായി. ഓക്കെ, അപ്പോൾ കോഷീസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് മനസ്സിലായി. അതിനുശേഷം എന്താണ് നമുക്ക് മനസ്സിലായത്? ഒരു പോയിൻ്റ് സർക്കിളിൻ്റെ ഇൻസൈഡാണ് ഔട്ട്സൈഡാണ് മനസ്സിലായി. ഇപ്പോൾ എവിടെയൊക്കെയാണ് നമുക്ക് കോഷീസ് എവിടെ ഏത് ഫംഗ്ഷനിലാണ് ഫുൾ കോംപ്ലക്സ് പ്ലെയിനിൽ എവിടെ നോക്കിയാലും അനാലിറ്റിക് ആകുന്നത്? സോ അങ്ങനെ കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. അത് ഈ ഫങ്ഷൻസ് എടുക്കുകയാണെങ്കിൽ ആ ഫങ്ഷൻ കോംപ്ലക്സ് പ്ലെയിനിൽ എവിടെ നോക്കിയാലും അനാലിറ്റിക് ആണ്. എവിടെ നോക്കിയാലും അനാലിറ്റിക് ആകുമ്പോൾ കോംപ്ലക്സ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ആക്സിസ് എടുക്കുന്നത്. എക്സ് ആക്സിസ് ആകുമ്പോൾ റിയൽ ആക്സിസ്, വൈ ആക്സിസ് എടുക്കുക ഇമേജിൻ ആക്സിസ്. അങ്ങനെ വരുന്ന ആ കോംപ്ലക്സ് പ്ലെയിനിൽ എക്സ് പ്ലെയിൻ, അതായത് റിയൽ ഇമാജിനറി പ്ലെയിനിൽ എവിടെ നോക്കിയാലും അത് അനാലിറ്റിക് ആവും. ആ ഫംഗ്ഷൻ നമ്മൾ എന്ത് പറയുന്നത് പറയുമ്പോൾ എൻറ്റയർ ഫംഗ്ഷൻ എന്ന് പറയും. സോ അതിൽ എക്സാമ്പിൾ ഇത് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് ഇത്രയും ക്ലിയറായിട്ട് അറിഞ്ഞിരിക്കണം. അതിൻ്റെ ഫസ്റ്റ് അനാലിറ്റിക് ഫങ്ഷൻസിൻ്റെ എക്സാമ്പിൾ. അനാലിറ്റിക് ഫങ്ഷൻ. ഓക്കെ, so example number 1, polynomial in Z. Polynomial in Z. So that is എന്താണ്? Z raised to n plus a1 into Z raised to n minus 1 plus a2 into Z raised to n minus 2 plus etc plus an. സോ ഇങ്ങനെ വരുന്ന ഒരു പോളിനോമിയൽ ഞാനതിന് ദാറ്റ് ഈസ് എഫ് ഓഫ് ഇസറ്റ് ഈക്വൽ ടു ഫസ്റ്റ് എക്സാമ്പിൾ എഫ് ഓഫ് ഇസറ്റ് ഈക്വൽ ടു ഒരു പോളിനോമിയൽ എടുത്ത്. അപ്പോൾ ഏതെങ്കിലും പോളിനോമിയൽ വരികയാണെങ്കിൽ കോംപ്ലക്സ് പ്ലെയിനിൽ എവിടെ നോക്കിയാലും അത് അനാലിറ്റിക്കാണ്. ഓക്കെ, അത് ഫസ്റ്റ് കാര്യം ക്ലിയർ ആക്ക്. പോളിനോമിയൽ ഇൻ ഇസറ്റ് എത് വന്നാലും സപ്പോസ് Z² + 2Z + 3 വരുന്നത് ഇത് പോളിനോമിയലാണ്. പോളിനോമിയൽ ഡിഗ്രി 2 ആണ്. സോ അപ്പോൾ അത് അനാലിറ്റിക്കാണ്. അപ്പോൾ എല്ലാ പോളിനോമിയൽ അനാലിറ്റിക്കാണ്. സെക്കൻഡ് നമ്പർ 2 ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനിൽ നമ്പർ അവിടെ വരുന്നതിൽ നമ്പർ 1 എഫ് ഓഫ് ഇസറ്റ് ഈക്വൽ ടു സൈൻ എ ഇസറ്റ്. നമ്പർ 2 എഫ് ഓഫ് ഇസറ്റ് ഈക്വൽ ടു കാസ് എ ഇസറ്റ്. ഓക്കെ, സൈൻ എ ഇസറ്റും കാസ് എ ഇസറ്റും ആ ഫംഗ്ഷൻ കോംപ്ലക്സ് പ്ലെയിനിൽ എവിടെ നോക്കിയാലും അനാലിറ്റിക്കാണ്. ഇതിനെ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ ഞാൻ കോംപ്ലക്സ് ഡിഫറൻസിയേഷനിൽ ഇതിനെ ഞാൻ പ്രൂവ് ചെയ്തിട്ടുണ്ട്. സൈൻ എ ഇസറ്റ് ഈസ് അനാലിറ്റിക് എവരിവെയർ ഇൻ ദ കോംപ്ലക്സ് പ്ലെയിൻ. സോ അങ്ങനെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സൈൻ എ ഇസറ്റും കാസ് എ ഇസറ്റും പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇതും നമുക്ക് എന്താണ് ഫുൾ അനാലിറ്റിക് ഫംഗ്ഷനാണ്. പിന്നെ നമ്പർ 3 എക്സ്പൊണൻഷ്യൽ ഫങ്ഷൻസ് ഏതൊക്കെയാണ്? നമ്പർ 1 e raised to a z. നമ്പർ 2 e raised to f of z is equal to f of z is equal to e raised to a z. പിന്നെ നമ്പർ 2 f of z equal to e raised to minus a z. എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ ഇൻ ഇസറ്റ് ഇ റൈസ് ടു എ ഇസറ്റോ ഇ റൈസ് ടു മൈനസ് എ ഇസറ്റോ അത് വന്നാൽ എവിടെ നോക്കിയാലും ആ ഫംഗ്ഷൻ കോംപ്ലക്സ് പ്ലെയിനിൽ എവിടെ നോക്കിയാലും അനാലിറ്റിക്കാണ്. ഏത് പോയിന്റിൽ. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? ഏത് പോയിന്റ് എടുക്കുകയാണെങ്കിലും അവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ നെയ്ബർഹുഡിലും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും ഈ ഫംഗ്ഷന്. പിന്നെ ഒന്നുകൂടെ നമുക്ക് വേണമെങ്കിൽ ഇടുകയാണെങ്കിൽ നമ്പർ 4 ഹൈപ്പർബോളിക് ഫംഗ്ഷൻ. നമ്പർ 1 എന്താണ്? എഫ് ഓഫ് ഇസറ്റ് ഈക്വൽ ടു സൈൻ എച്ച് എ ഇസറ്റ്. നമ്പർ 2 എഫ് ഓഫ് ഇസറ്റ് ഈക്വൽ ടു കാസ് എച്ച് എ ഇസറ്റ്. വളരെ ക്ലിയറായിട്ട് നോക്കേണ്ടത് ഇവിടെ ഞാൻ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ എടുക്കുമ്പോൾ ടാൻ എ ഇസറ്റ് ചേർത്തിട്ടില്ല. സൈൻ എ ഇസറ്റും കാസ് എ ഇസറ്റുമാണ്. ടാൻ എ ഇസറ്റ് എൻറ്റയർ ഫംഗ്ഷൻ ആവില്ല. എൻറ്റയർ ഫംഗ്ഷൻ്റെ മീനിങ് എന്താ? കോംപ്ലക്സ് പ്ലെയിനിൽ ഫുൾ എവിടെ നോക്കിയാലും അനാലിറ്റിക് ആകുമ്പോൾ എൻറ്റയർ ഫംഗ്ഷൻ. അല്ല, ഞാൻ ടാൻ എ ഇസറ്റ് ചേർത്തിട്ടില്ല. സൈൻ എ ഇസറ്റും കാസ് എ ഇസറ്റും. അതുപോലെ ഇവിടെ നമുക്ക് എന്താണ്? സൈൻ എച്ച് എ ഇസറ്റും കാസ് എച്ച് എ ഇസറ്റുമാണ്. ടാൻ എച്ച് എ ഇസറ്റ് ചേർത്തില്ല. ഇത്രയും ഫംഗ്ഷൻ
കോംപ്ലക്സ് പ്ലെയിനിൽ എവിടെ നോക്കിയാലും അനാലിറ്റിക്കാണ്. സോ they are analytic everywhere analytic. നോട്ട്സ് എടുക്കുമ്പോൾ നല്ല രീതിയിൽ എടുക്കാൻ. അനാലിറ്റിക് എവറിവെയർ ഇൻ ദ കോംപ്ലക്സ് പ്ലെയിൻ. സോ കോംപ്ലക്സ് പ്ലെയിനിൽ എവിടെ നോക്കിയാലും അനാലിറ്റിക്കാണ്. ഓക്കെ, സോ അപ്പോൾ ഇത്രയും നോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് നോക്കുക. അനാലിറ്റിക് ഫംഗ്ഷനിൽ പോളിനോമിയൽ ഇൻ ഇസെറ്റ്, ട്രിഗണോമെട്രിക് ഫംഗ്ഷനിൽ സൈൻ എ ഇസെറ്റ്, കാസ് എ ഇസെറ്റ്, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനിൽ ഇ റേസ്ഡ് എ ഇസെറ്റ്, ഇ റേസ്ഡ് മൈനസ് എ ഇസെറ്റ്, പിന്നെ ഹൈപ്പർബോളിക് ഫംഗ്ഷനിൽ സൈൻ എച്ച് എ ഇസെറ്റ്, കാസ് എച്ച് എ ഇസെറ്റ്, ഇതൊക്കെ എല്ലാം കോംപ്ലക്സ് പ്ലെയിനിൽ റിയൽ ആക്സിസും ഇമേജ് ആക്സിസും എടുക്കുമ്പോൾ ഒരു എക്സ് വൈ പ്ലെയിൻ കിട്ടുമല്ലോടാ മക്കളെ. അതിൽ ഫുള്ള് എവിടെ നോക്കിയാലും അത് അനാലിറ്റിക്കാണ്. അനാലിറ്റിക് ആകുമ്പോൾ എന്തായിരിക്കണം, ഒരു ഏത് പോയിന്റിലും ഡിഫറൻഷ്യബിൾ ആയിരിക്കണം, അതിൻ്റെ നെയ്ബർഹുഡിലും ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇതിനെക്കുറിച്ച് ഒത്തിരി നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ നോക്കിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് അനാലിറ്റിക് ഫെയിലർ ആകുന്ന പോയിന്റ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം അതുകൂടെ നമ്മൾ നോക്കാം. ഓക്കെ, ഒരു എക്സാമ്പിളായിട്ട് ഇത്രയും നോട്ട് എടുക്കുക. ഇത് പറയുന്നതൊക്കെ എല്ലാം നല്ല രീതിയിൽ നോട്ട് എടുക്കണം. നോട്ട് എടുക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടിരിക്കും. നിങ്ങളെടുക്കുന്ന നോട്ട് 10 പ്രാവശ്യം പഠിക്കുന്നതാണെങ്കിൽ അതുകൊണ്ട് പിള്ളേർ നോട്ട് എടുക്കണം. ഓക്കെ, എക്സാമ്പിൾ നമ്പർ 1, എഫ് ഓഫ് ഇസെറ്റ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് 3z ഡിവൈഡഡ് ബൈ ഇസെറ്റ് പ്ലസ് 1 ഇൻറ്റു ഇസെറ്റ് മൈനസ് 2. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വരുന്നു. ഈ ഫംഗ്ഷൻ എവിടെയാണ് അനാലിറ്റിക് ഫെയിലർ ആകുന്നത് നമുക്ക് ചെക്ക് ചെയ്യാൻ പോകണം. ഓക്കെ, ഈ ഫംഗ്ഷൻ നമുക്ക് ന്യൂമറേറ്ററിൽ വരുന്നത് ഇ റൈസ് ടു മൈനസ് 3z ആണ്. ജസ്റ്റ് മുമ്പ് നോക്കി എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എവിടെ നോക്കിയാലും അനാലിറ്റിക്കാണ്. നോക്കി ഡിനോമിനേറ്ററിൽ വരുന്നത് പോളിനോമിയലാണ്. രണ്ടേ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോളിനോമിയൽ ഇൻ ഇസെറ്റ് എന്ന് കിട്ടും. സോ അതും എവിടെ നോക്കിയാലും അനാലിറ്റിക്കാണ്. പക്ഷേ ഈ ഫംഗ്ഷൻ ഇസെറ്റിൻ്റെ പ്ലേസിൽ -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ 0 ആവും. അപ്പോൾ ഇസെറ്റിൻ്റെ പ്ലേസിൽ -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ -1 ഇട്ട് നോക്കും. -1 + 1 ആകുമ്പോൾ എൻ്റെ വലിയ എന്താണ്, 0 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താവും, ഡിനോമിനേറ്റർ 0 ആവും. അപ്പോൾ ആ പോയിന്റിൽ അത് ഡിഫൈൻഡ് അല്ല. സോ അതിൽ നമുക്ക് ഇൻഫിനിറ്റി ആണ് കിട്ടുന്നത്. അതുകൊണ്ട് എന്താണ്, ആ പോയിന്റ് അനാലിറ്റിക് ഫെയിലർ ആവും. അതുപോലെ സെക്കൻഡ് ഫംഗ്ഷൻ എന്തായിരിക്കും, നിങ്ങൾ തന്നെ പറയാൻ പറ്റും. ഇസെറ്റിൻ്റെ പ്ലേസിൽ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താവും, 2 - 2 = 0 ആകും. ഡിനോമിനേറ്റർ 0 ആകുമ്പോൾ അവിടെ എന്താകും, നമുക്ക് കിട്ടുന്നത് ഇൻഫിനിറ്റി കിട്ടുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും പോളിനോമിയൽ കൊണ്ട് അനാലിറ്റിക്കാണ്. പക്ഷേ 2 പോയിൻറ്റ്സ് ഏതൊക്കെയാണ്, -1ഉം +2 ഇടുമ്പോൾ ഡിനോമിനേറ്റർ 0 ഇടുന്നതുകൊണ്ട് ആ പോയിന്റിൽ ഡിഫൈൻഡ് അല്ല. സോ അതുകൊണ്ട് അത് അനാലിറ്റിക് അല്ല. അപ്പോൾ എന്താണ്, നമുക്ക് എന്ത് എഴുതാം, എഫ് ഓഫ് ഇസെറ്റ് ഈസ് അനാലിറ്റിക് everywhere in the complex plane except at z equal to -1, 2. Okay, note clear ആക്കുക. എഴുതിയിരിക്കുന്ന എഫ് ഓഫ് ഇസെറ്റ് ഈസ് അനാലിറ്റിക് എവറിവെയർ ഇൻ ദ കോംപ്ലക്സ് പ്ലെയിൻ എക്സെപ്റ്റ് ദ പോയിൻറ്റ്സ് ഏതൊക്കെയാണ്, അറ്റ് ഇസെറ്റ് ഈക്വൽ ടു -1 ഡിഫൈൻഡ് അല്ല, ഇസെറ്റ് ഈക്വൽ 2 എന്താണ് ഡിനോമിനേറ്ററിൽ ഏതൊക്കെ 0 വരുന്നു ആ ഫംഗ്ഷൻ നോക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, നമ്പർ 2 വേണമെങ്കിൽ ഒന്നുകൂടെ എടുക്കാം. നമ്പർ 2, എഫ് ഓഫ് ഇസെറ്റ് ഇസ് ഈക്വൽ ടു ഇസെറ്റ് സ്ക്വയർ -3z + 1 ദ ഹോൾ ഡിവൈഡഡ് ബൈ ഇസെറ്റ് + 3 - i ഇസെറ്റ് -4 + 2i ഇസെറ്റ് -4 + 2i. ഓക്കെ, സോ അപ്പോൾ ഈ പോയിൻറ്റ്സ് എവിടെയൊക്കെയാണ് നമുക്ക് ന്യൂമറേറ്റർ നോക്കുകയാണെങ്കിൽ വളരെ ക്ലിയറാണ്, അത് പോളിനോമിയലാണ്, അനാലിറ്റിക്കാണ്. ഡിനോമിനേറ്റർ നോക്കുകയാണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോളിനോമിയൽ അനാലിറ്റിക്കാണ്. സോ മുകളിലും താഴെ അനാലിറ്റിക്കാണ്. പക്ഷേ എവിടെ ഡിഫൈൻഡ് അല്ല, ഈ ഇസെറ്റിൻ്റെ പ്ലേസിൽ ഏത് വാല്യൂ വിട്ടാൽ 0 ആകുമെന്ന് ആലോചിക്കും. നിങ്ങൾ കൊച്ചു പിള്ളേരല്ല, ഇപ്പോൾ സെക്കൻഡ് ഇയർ ആയി വരികയാണ്. സെക്കൻഡ് ഇയർ ആകുമ്പോൾ കുറച്ച് ആലോചിക്കും, ഇസെറ്റിൻ്റെ പ്ലേസ് എന്തിട്ടായി ടോട്ടൽ വാല്യൂ 0 ആകും. -3 + i, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ എടുക്കും. -3 + i എടുക്കുകയാണെങ്കിൽ -3യും +3യും ക്യാൻസൽ ആവും. പിന്നെ +i എടുക്കുകയാണെങ്കിൽ +iയും -iയും ക്യാൻസൽ ആവും. അപ്പോൾ ഇവിടെ അനാലിറ്റിക് ഫെയിലർ ആവുന്ന പോയിന്റ് ഏതൊക്കെയാണ്, -3 + i. ഇവിടെ എന്തായിരിക്കും, 4 + 2i ആയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ എടുക്കുക, 4 + 2i. അപ്പോൾ എന്തായിരിക്കും, ഇസെറ്റിന് പകരം +4 -2 എടുക്കുമ്പോൾ +4 എടുക്കുമ്പോൾ എന്താവും, +4 -4 ക്യാൻസൽ ആവും. -2 എടുക്കുമ്പോൾ -2iയും +2iയും ക്യാൻസൽ ആവും. അപ്പോൾ തന്നിരിക്കുന്ന ഈ പോയിൻ്റ് ഓപ്പോസിറ്റ് സൈൻ. ഓക്കെ, അപ്പോൾ ഇവിടെ എവിടെയാണ്, സോ എഫ് ഓഫ് ഇസെറ്റ് അനാലിറ്റിക് എവറിവെയർ എക്സെപ്റ്റ് ദ പോയിന്റ്. സോ അപ്പോൾ ഇവിടെ എഫ് ഓഫ് ഇസെറ്റ്
ഈസ് അനാലിറ്റിക് everywhere except the points ഏതൊക്കെയാണ് -3 പ്ലസ് ഐ -3 ഇടുമ്പോൾ -3 +3 ക്യാൻസൽ ആവും, പ്ലസ് ഐയും -ഐയും ക്യാൻസൽ ആവും. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്പർ എടുക്കുക. -3 + i, 4 - 2i. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ ഇവിടെ -4 ആയിരിക്കുന്നു. 4 - 2 ഇവിടെ 4 ഇടും. 4 - 2 ഇട്ടാൽ 4ഉം -4ഉം ക്യാൻസൽ ആവും, പിന്നെ -2യും +2യും ക്യാൻസൽ ആവും. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ തന്നിരിക്കുന്ന ഞാൻ തന്ന നോട്ടൊക്കെ വളരെ പ്രധാനങ്ങളാണ്. നോട്ട് എടുക്കുക. ഫസ്റ്റ് ഒരു കോഷി സ്ഥിരം നോക്കി, ഒരു എഫ് ഓഫ് ഇസഡ് എന്നൊരു ഫംഗ്ഷൻ ഒരു ക്ലോസ്ഡ് കർവിൻ്റെ അകത്ത് കംപ്ലീറ്റ് ആയിട്ട് അത് അനാലിറ്റിക് ആണെങ്കിൽ അകത്തും ഓൺ ദ ക്ലോസ്ഡ് കർവിലും അനാലിറ്റിക് ആണെങ്കിൽ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഇൻറ്റഗ്രേഷൻ്റെ വാല്യൂ 0 ആണ്. ഓക്കെ. സെക്കൻഡ് നമുക്ക് എന്ത് നോക്കി, ഒരു തന്നിരിക്കുന്ന ഒരു പോയിൻ്റ് ഒരു സർക്കിളിൻ്റെ ഇൻസൈഡാണോ അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഒരു ക്ലോസ്ഡ് കർവിൻ്റെ ഇൻസൈഡാണോ ഔട്ട്സൈഡാണോ ചെക്ക് എന്ത് ചെയ്യണം, ഇസറ്റിൻ്റെ പ്ലേസിൽ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആ സർക്കിളാണെങ്കിൽ റേഡിയസിനെക്കാട്ടിലും കുറവാണെങ്കിൽ ആ പോയിൻ്റ് സർക്കിളിൻ്റെ ഇൻസൈഡാണ്, റേഡിയസിനാട്ടിലും കൂടുതലാണെങ്കിൽ ആ സർക്കിളിൻ്റെ ഔട്ട്സൈഡാണ്. അത് നോക്കിയായിരുന്നു. പിന്നെ അതിനുശേഷം ഇപ്പോൾ എന്ത് നോക്കി, തന്നിരിക്കുന്ന ഒരു ഫംഗ്ഷൻ തരികയാണെങ്കിൽ നീ എങ്ങനെയാണ് അനാലിറ്റിക് ഐഡൻറ്റിഫൈ ചെയ്യും. ഐഡൻറ്റിഫൈ ചെയ്യുക എങ്ങനെയാണ്, ഡിനോമിനേറ്ററിൽ വരുന്ന വാല്യൂ ഏത് വാല്യൂ ഒക്കെ ഡിനോമിനേറ്ററിൽ ഇടുമ്പോൾ 0 വരും, അതൊക്കെ അനാലിറ്റിക് ഫെയിലർ ആവുന്ന പോയിൻ്റാണ്. അതിൻ്റെ രീതി നോക്കി. പിന്നെ അടുത്ത മെയിനായിട്ട് ഒരു കോംപ്ലക്സ് പ്ലെയിനിൽ എവിടെ നോക്കിയാൽ അനാലിറ്റിക് ആവുന്ന കുറച്ച് പോയിൻറ്റ്സ് എൻറ്റയർ ഫംഗ്ഷൻ എന്ന് പറയും. അതെന്താണ്, പോളിനോമിയൽ ഇൻ ഇസെറ്റ്, എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ, ട്രിഗ്നോമെട്രി ഫംഗ്ഷനിൽ സൈൻ എ ഇസെറ്റ് കാസ് എ ഇസെറ്റ്, പിന്നെ ഹൈപ്പർബോളിക് ഫംഗ്ഷനിൽ സൈൻ എച്ച് എ ഇസെറ്റ് കാസ് എച്ച് എ ഇസെറ്റ്. ഇതൊക്കെ ഈ ഫംഗ്ഷനൊക്കെ കോംപ്ലക്സ് പ്ലെയിനിൽ എവിടെ നോക്കിയാലും അനാലിറ്റിക്കാണ്. ഇതിനെപ്പോലത്തെ ഫംഗ്ഷനെ യൂസ് ചെയ്താണ് പ്രോബ്ലം വരാൻ പോകുന്നത്. ഒന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. ഇപ്പോൾ നമുക്ക് കോഷീസ് തിയറത്തെ യൂസ് ചെയ്ത് കുറച്ച് 2-3 പ്രോബ്ലം ചെയ്യാം. ഫസ്റ്റ് ഞാൻ ആ കോഷീസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഒന്നുകൂടെ വേണമെങ്കിൽ എഴുതിയിടാം. എന്താണ്, ഇഫ് എഫ് ഓഫ് ഇസെറ്റ് ഈസ് അനാലിറ്റിക് inside and on a simple closed curve C, then integral over C f of z dz equal to 0. So ആ ഫംഗ്ഷനെ ഇൻറ്റഗ്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോഴാണ് അനാലിറ്റിക് ഫെയിലർ ആവുന്ന പോയിൻ്റ് എഫ് ഓഫ് ഇസെറ്റിൽ ഉണ്ടാണെന്ന് നോക്കണം. ഫെയിലർ ആവുന്ന പോയിൻ്റ് ഇല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് എഴുതാൻ പറ്റും, അതിൻ്റെ വാല്യൂ 0 ആണ്. ഉണ്ടെങ്കിൽ ആ പോയിൻ്റ് സർക്കിളിൻ്റെ ഔട്ട്സൈഡാണെന്ന് നോക്കണം. സർക്കിളിൻ്റെ ഔട്ട്സൈഡ് ആണെങ്കിൽ, സർക്കിളിൻ്റെ ഇൻസൈഡ് ഇല്ല, ഓൺ ദ സർക്കിൾ ഇല്ല, സർക്കിളിൻ്റെ ഔട്ട്സൈഡ് ആണെങ്കിൽ ഇൻറ്റഗ്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, അതിൻ്റെ വാല്യൂ 0 ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ഒരു കാര്യം പഠിക്കുമ്പോൾ അതിനെ അകത്ത് ഉൾക്കൊണ്ടെടുക്കുക, എന്താണ് സംഭവം എന്നെടുക്കുക. ഓക്കെ. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ തന്നാൽ അനാലിറ്റിക് ഫെയിലർ എന്ന പോയിൻ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ അറിയാം. അതിൻ്റെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അത് സർക്കിളിൻ്റെ ഇൻസൈഡാണ് ഔട്ട്സൈഡാണ് അതും തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് അനാലിറ്റിക് ഫംഗ്ഷൻ എന്നും കുറിച്ച് തന്നിട്ടുണ്ട്. പിന്നെ എന്തിനു പേടിക്കണം, ഏത് പ്രോബ്ലം എന്നെല്ലാം ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നമ്പർ 1, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 1, ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓവർ C z square minus 2z plus 5 by z minus 3 into z plus 5 dz, where C is a circle modulus of z minus 7 equal to 1. z minus 7 is equal to 1. ഓക്കെ. ഇപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യും, നമുക്ക് ഇസറ്റിൻ്റെ പ്ലേസ് ഇത് വേണമെങ്കിൽ ഇത് 3 ഇടാം. മോഡുലസ് z minus 7 equal to 3 എന്ത് വേണമെങ്കിൽ ഞാനിടുന്നത് z minus 7 is equal to 3. ഫസ്റ്റ് നമുക്ക് എന്ത് എടുക്കണം, അതിൻ്റെ സൊല്യൂഷൻ നമുക്ക് എന്താണ് ഗിവൺ ആ ഇൻറ്റഗ്രേഷൻ ചെയ്യാൻ പോകുന്ന ഫംഗ്ഷൻ. ഇതാണ് നമ്മുടെ ഇൻറ്റഗ്രേഷൻ ചെയ്യാൻ പോകുന്ന ഈ ഫംഗ്ഷന് നമ്മുടെ എഫ് ഓഫ് ഇസെറ്റ് എടുക്കുക. കോഷീസ് തിയറത്തിൽ ഇൻറ്റഗ്രേഷൻ ചെയ്യാൻ പോകുന്ന ഫംഗ്ഷനെ എഫ് ഓഫ് ഇസെറ്റ് എടുക്കുക. ഗിവൺ എഫ് ഓഫ് ഇസെറ്റ് ഈക്വൽ ടു ദ ഇൻ്റഗ്രൻഡ്. ഓക്കെ, ദ ഇൻ്റഗ്രൻഡ്
ഇൻ്റഗ്രൻ്റ് എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പോകുന്ന ഫംഗ്ഷൻ ഗിവൺ ദ ഇൻ്റഗ്രൻ്റ് എഫ് ഓഫ് ഇസറ്റ് ഇസ് ഈക്വൽ ടു ഇസഡ് സ്ക്വയർ മൈനസ് 2z പ്ലസ് 5 ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് 3 ഇൻറ്റു ഇസഡ് പ്ലസ് 5. ഓക്കെ, സോ ഇങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്ന പോയിൻറ്റ്സ്. ഓക്കെ, സോ തന്നിരിക്കുന്നത് നീ വളരെ ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാക്കാണ്. ന്യൂമറേറ്ററിൽ വരുന്നതും ഒരു പോളിനോമിയലാണ്, ഡിനോമിനേറ്ററിൽ വരുന്നതും പോളിനോമിയലാണ്. പക്ഷേ നമുക്ക് എങ്ങനെയാണ് അപ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും പോളിനോമിയൽ കൊണ്ട് ഫുൾ അനാലിറ്റിക്കാണ്. പക്ഷേ ഇവിടെ ഡിഫൈൻഡ് അല്ല. ഇവിടെ ഇസറ്റിൻ്റെ പ്ലേസിൽ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ 0 ആവും. ഇവിടെ എന്താണ് ഇസറ്റിൻ്റെ പ്ലേസിൽ -5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ 0 ആവും. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ. ഇവിടെ 3 ഇടുമ്പോൾ 3 - 3 = 0. ഇവിടെ -5 ആണെങ്കിൽ -5 + 5 = 0. ഓക്കെ, അപ്പോൾ ഇതെന്താണ് തന്നിരിക്കുന്ന ഈ എഫ് ഓഫ് ഇസറ്റ്. സോ ക്ലിയർലി എഫ് ഓഫ് ഇസറ്റ് ഈസ് analytic everywhere, except the points എന്താണ്? ഒന്ന് ഇസറ്റ് ഈക്വൽ ടു 3യും അടുത്ത പോയിൻ്റ് എന്താണ്? -5യുമാണ്. ഓക്കെ, അവിടെ എഴുതിയിരിക്കുന്നത് എല്ലാത്തിലും ഒരേപോലെ എഴുതുള്ളൂ. എഫ് ഓഫ് ഇസറ്റ് ഈസ് അനാലിറ്റിക് എക്സെപ്റ്റ് ദ പോയിൻ്റ് എന്താണ്? ഇസറ്റ് -3 ഇസഡ് -3 ഇസഡ് + 5 ആയതുകൊണ്ട് 3യും -5യും. ഓക്കെ, ഇപ്പോൾ അടുത്ത് നമ്മൾ നോക്കേണ്ടത് ഈ പോയിൻ്റ് സർക്കിളിൻ്റെ ഇൻസൈഡാണോ ഔട്ട്സൈഡാണോ നമ്മൾ ചെക്ക് ചെയ്യുക. ഓക്കെ, തന്നിരിക്കുന്ന പോയിൻ്റ് ഫസ്റ്റ് നമ്പർ 1 നമ്മുടെ തന്നിരിക്കുന്ന ഗിവൺ സർക്കിൾ എന്താണ്? മോഡുലസ് ഓഫ് ഇസഡ് -7 = 3 ആണ്. ഫസ്റ്റ് എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്പർ 1 ഇസറ്റിൻ്റെ പ്ലേസിൽ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ മോഡുലസ് ഓഫ് 3 - 7 എന്ന് കിട്ടും. സോ ഈക്വൽ ടു മോഡുലസ് ഓഫ് 3 - ന് വലിയ മോഡുലസ് ഓഫ് -4. മോഡുലസ് ഓഫ് -4ൻ്റെ വലിയ എന്താണ്? ഇവിടെ റിയൽ പാർട്ട് ഉണ്ട്, ഇമേജിനറി പാർട്ട് ഇല്ല. അപ്പോൾ ഇമേജിനറി പാർട്ട് എന്തെടുക്കണം? 0 ആയി എടുക്കുക. എന്താവും? √(-4) പ്ലസ് 0² ആണ്. -4² ആകുമ്പോൾ എന്ത് കിട്ടും? 16 എന്ന് കിട്ടും. 16ൻ്റെ മോഡുലസ് എന്താണ്? 16ൻ്റെ സ്ക്വയർ റൂട്ട് എന്താണ്? 4 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ തന്നിരിക്കുന്നതിൻ്റെ √(-4) പ്ലസ് 0² ആണ്. -4² വലിയ 16 ആണ്. സ്ക്വയർ ചെയ്യുന്നതുകൊണ്ട് മൈനസ് പ്ലസ് ആവും, 16 ആണ്. 16ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ വേണമെങ്കിൽ എഴുതാണെങ്കിൽ എഴുതാം. ദാറ്റ് ഈസ് √(-4) പ്ലസ് ഇമേജിൻ്റെ പാർട്ട് ഇല്ലാതുകൊണ്ട് 0² ഈക്വൽ ടു √(16) = 4. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 3. തന്നിരിക്കുന്ന സർക്കിളിൻ്റെ റേഡിയസിനായിട്ടും കൂടുതലാണ്. അപ്പോൾ എന്ത് കൺക്ലൂഷനിൽ വരാം? ആ അനാലിറ്റിക് ഫെയിലുർ ആകുന്ന പോയിൻ്റ് സർക്കിളിൻ്റെ അകത്തില്ല, സർക്കിളിൻ്റെ ഔട്ട് സൈഡാണ്. ദെയർഫോർ എന്തെടുക്കാം? 3 ലൈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ. ഓക്കെ, അടുത്തൊരു വരുന്ന പോയിൻ്റ് എന്താണ്? -5 ആണ്. നമ്പർ 2 ഇസറ്റ് ഈക്വൽ ടു -5. -5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താവും? സോ ദെർഫോർ ഈ തന്നിരിക്കുന്ന ഗിവൺ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -5 -7 -5 വലിയ മോഡുലസ് ഓഫ് -12 ആണ്. ഓക്കെ, മോഡുലസ് ഓഫ് -12 ആകുമ്പോൾ നേരത്തെ ഉള്ള പോലെ ഞാൻ അവിടെ ആൻസർ എഴുതുന്നില്ല. എന്താവും? √(-12) പ്ലസ് 0 എന്നാവും. സ്ക്വയർ ചെയ്യുന്നതുകൊണ്ട് മൈനസ് പോകും. അപ്പോൾ എന്ത് കിട്ടും? √(12² എന്ന് കിട്ടും. √(12)ൻ്റെ വില എന്താണ്? 12 ആണ്. സോ ഈക്വൽ ടു 12, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ and radius 3. Therefore z equal to -5 lies outside. അപ്പോൾ ഇതിനൊക്കെ ക്ലിയറായി പഠിപ്പിക്കാൻ പറ്റില്ല മക്കളെ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇൻ്റഗ്രൻഡിൽ വരുന്ന 2 അനാലിറ്റിക് ഫെയിലർ എന്ന പോയിൻ്റ് 2 പോയിൻറ്റ്സേ ഉണ്ടായിരുന്നു. ഒന്ന് 3യും ഒന്ന് -5മാണ്. രണ്ടുമേ സർക്കിളിൻ്റെ ഔട്ട് സൈഡാണ്. രണ്ടും സർക്കിൾ ഔട്ട് സൈഡ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ കൺക്ലൂഷൻ കൊടുക്കാം. എന്ത് കൺക്ലൂഷൻ കൊടുക്കാം? നമ്മൾ ഇവിടെ തന്നിരിക്കുന്ന ഈ സർക്കിളിൻ്റെ അകത്ത് അനാലിറ്റിക് ഫെയിലർ ആവുന്ന പോയിൻ്റ് ഇല്ല. കാര്യം അനാലിറ്റിക് ഫെയിലർ ആവുന്ന പോയിൻ്റ് ഇവിടെ ഉണ്ടായിരുന്ന പോയിൻ്റൊക്കെ സർക്കിളിൻ്റെ ഔട്ട് സൈഡാണ്. കോഷീസ് തിയറി എന്ത് പറയുന്നത്? അനാലിറ്റിക് ഫെയിലർ ആവുന്ന പോയിൻ്റ് സർക്കിളിൻ്റെ ഇൻസൈഡിലെയും ഓൺ ദ സർക്കിളിലും ഇല്ലെങ്കിൽ അതിന് ഇൻറ്റഗ്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, അതിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ ഈ സർക്കിളിൻ്റെ അകത്ത് അനാലിറ്റിക് ഫെയിലർ ആവുന്ന പോയിൻ്റ് ഇല്ല. അനാലിറ്റിക് ഫെയിലർ ആവുന്ന പോയിൻ്റ് 2 എന്തായിരിക്കുന്നത്? സർക്കിളിൻ്റെ പുറത്തായിരിക്കുന്നത്, ഓൺ ദ സർക്കിളിലുമില്ല.
അപ്പോൾ നമുക്ക് എന്ത് കൺക്ലൂഷൻ വരാം? ദെയർഫോർ നമ്മുടെ എന്ത് എടുക്കാം? ദെയർഫോർ എഫ് ഓഫ് ഇസഡ് തന്നിരിക്കുന്നത് ഒന്ന് സ്റ്റിൽ ചെയ്ത് നോക്കുക മക്കളെ. ദെയർഫോർ ക്ലിയറാണ് നോക്ക്. അപ്പോൾ എൻ്റെ കൺക്ലൂഷൻ ഇതാണ്. Therefore f of z equal to the f of z is തന്നിരിക്കുന്ന f of z is analytic inside and on the circle modulus of z minus 7 equal to 3. സർക്കിളുടെ ഇൻസൈഡും ഓൺ ദ സർക്കിളിനും അനാലിറ്റിക്കാണ്. എന്തുകൊണ്ട് മക്കൾ ആ എഫ് ഓഫ് ഇസഡിൽ അനാലിറ്റിക് ഫെയിലർ എന്ന പോയിന്റ് ഉണ്ടായിരുന്നു, അത് പുറത്താണ് കിടക്കണം. അപ്പോൾ സർക്കിളിൻ്റെ ഇൻസൈഡും ഓൺ ദ സർക്കിളും ഇത് അനാലിറ്റിക്കാണ്. അനാലിറ്റിക് ഇൻസൈഡ് ആൻഡ് ഓൺ ദ സർക്കിൾ ഇസഡ് മൈനസ് 7 ഈക്വൽ 3. ദെയർഫോർ ഇൻ്റഗ്രൽ ഓവർ സി നമ്മൾ തന്നിരിക്കുന്ന എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ഈക്വൽ ടു 0. ഓക്കെ, എഫ് ഓഫ് ഇസഡിൽ നിന്ന് ഏത് ഫംഗ്ഷനാണോ ആ ഫംഗ്ഷൻ എടുക്കുക, ആ വാല്യൂ 0 ആണ്. ഓക്കെ, പ്രോബ്ലത്തിൽ നമുക്ക് എന്ത് പ്രോബ്ലം വരുന്നോ ആ എഫ് ഓഫ് ഇസഡിൻ്റെ വാല്യൂ ഇടുക. ഫസ്റ്റ് പ്രോബ്ലം ക്ലിയർ ആണ്. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. ഓക്കെ, സ്റ്റിൽ ചെയ്ത് ഓരോരോ കാര്യങ്ങൾ നോക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 2. evaluate integral over c e raised to 2z divided by z square minus 5z plus 6 dz, where c is a circle modulus of z plus i equal to 2. modulus of z plus i equal to 2. ഓക്കെ, സോ നമുക്ക് അനാലിറ്റിക് ഫെയിലർ ആവുന്ന പോയിന്റ് നമുക്ക് നോക്കണം. ഡിനോമിനേറ്ററിൽ കിടക്കുന്നത് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. അപ്പോൾ ഡിനോമിനേറ്ററിൽ വരുന്ന സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ നമുക്ക് എന്ത് ചെയ്യണം? ഫാക്ടറൈസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം? സോ ആ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ ഫാക്ടറിൽ ഏത് വാല്യൂ ഇടുമ്പോൾ 0 വരും എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഫാക്ടറൈസ് ഇങ്ങനെയാണ് ഇതിൻ്റെ റൂട്ട് കാണണം. റൂട്ട് കണ്ട ശേഷം റൂട്ടിനെ വെച്ച് സപ്പോസ് ആൽഫയും ബീറ്റയും ഇതിൻ്റെ റൂട്ടാണെങ്കിൽ ഇതെങ്ങനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം? ഇസഡ് മൈനസ് ആൽഫ ഇൻറ്റു ഇസഡ് മൈനസ് ബീറ്റ എന്ന് എടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താ ഈ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ താഴത്തെ ടേമിനെ ഫാക്ടറൈസ് ചെയ്യും. ടു ഫാക്ടറൈസ് ഇസഡ് സ്ക്വയർ മൈനസ് 5z പ്ലസ് 6. ഓക്കെ, ഇതിൻ്റെ കാൽക്കുലേറ്റർ സോൾവ് ചെയ്ത് നോക്ക്. സോ ഹിയർ മൾട്ടിപ്ലൈ ചെയ്താൽ 6ഉം ആഡ് ചെയ്താൽ -5ഉം -2 -3 ആണ്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ എടുക്കുക. ഹിയർ 2, 3. Here z equal to 2, 3 are the roots of z square minus 5z plus 6. But therefore z square minus 5z plus 6 equal to എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം? ഫസ്റ്റ് റൂട്ട് 2 ആണ്. സോ z minus 2 into z minus 3. സോ അങ്ങനെ നമ്മുടെ റൂട്ടായി. ഓക്കെ, തന്നിരിക്കുന്ന പ്രോബ്ലം ഇതുപോലെ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ തരികയാണെങ്കിൽ അതിനെ റൂട്ട് കണ്ട് അതിനെ ഫാക്ടറൈസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ നമുക്ക് എടുക്കാം. ഇപ്പോൾ നമ്മുടെ എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഗിവൺ എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു എന്താണ്ട് ഇ റൈസ് ടു 2z ഡിവൈഡഡ് ബൈ ഇസഡ് സ്ക്വയർ മൈനസ് 5z പ്ലസ് 6. അതെങ്ങനെ ഫാക്ടറൈസ് ആയി? ദറ്റ് ഈസ് ഇ റൈസ് ടു 2z ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് 2 ഇൻറ്റു ഇസഡ് മൈനസ് 3. നിനക്കൊക്കെ വളരെ ക്ലിയറാണ്. ഇവിടെ അനാലിറ്റിക് ഫെയിലർ ആവുന്ന പോയിന്റ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഉടനെ തന്നെ പറയാൻ പറ്റും. ന്യൂമറേറ്ററിലിരിക്കുന്ന എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനാണ്. എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ എവിടെ നോക്കിയാലും അനാലിറ്റിക്കാണ്, നിനക്ക് അറിയുന്ന കാര്യങ്ങളാണ്. പിന്നെ ഡിനോമിനേറ്റർ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ്? ഒരു പോളിനോമിയലാണ്, അത് അനാലിറ്റിക്കാണ്. പക്ഷേ എവിടെ ഡിഫൈൻഡ് ആകുന്നില്ല? ഇവിടെ ഇസറ്റിൻ്റെ പ്ലേസിൽ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ 0 ആണ്. പിന്നെ ഇവിടെ ഇസറ്റിൻ്റെ പ്ലേസിൽ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ നമ്പറിൻ്റെ ഓപ്പോസിറ്റ് സൈൻ എടുത്താൽ മതിയല്ലോ. ഡിനോമിനേറ്ററിൽ എന്ത് ഇടണമുണ്ടാ? ഇസറ്റിൻ്റെ പ്ലേസിൽ 2 ഇട്ടാൽ 2 - 2 ഈക്വൽ ടു 0. ഇത് വലിയ സംഭവമായിട്ടൊന്നും കാണരുത്, വളരെ എളുപ്പമാണ്. കാര്യങ്ങൾ നല്ല രീതിയിൽ വീഡിയോ നോക്കുകയാണെങ്കിൽ ഇത് വളരെ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന വാല്യൂ ഇസഡ് ഈക്വൽ 2 അനാലിറ്റിക്കാണ്. ഇസഡ് ഈക്വൽ 2 ഇടുമ്പോഴും അവിടെ ഡിനോമിനേറ്റർ 0 ആണ്. ഇസഡ് ഈക്വൽ 3 ഇടുമ്പോഴും ഡിനോമിനേറ്റർ 0. അപ്പോൾ നമ്മൾ എന്ത് കൺക്ലൂഷൻ കൊടുക്കാം? സോ എഫ് ഓഫ് ഇസഡ് ഈസ് ക്ലിയർലി എഫ് ഓഫ് ഇസഡ് ഈസ് അനാലിറ്റിക് everywhere
everywhere except the points ഏതൊക്കെ z equal to 2, 3. ഇപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഈ പോയിൻ്റ് സർക്കിളിൻ്റെ ഇൻസൈഡാണോ ഔട്ട്സൈഡാണോ ചെക്ക് ചെയ്യുന്നതാണ്. ഗിവൺ സർക്കിൾ എന്താണ്ടാ മക്കളെ? മോഡുലസ് ഓഫ് z പ്ലസ് i ഈക്വൽ ടു 2 ആണ്. ഓക്കെ, ഫസ്റ്റ് പോയിൻ്റ് ഇടുന്ന് z ഈക്വൽ ടു 2. z ഈക്വൽ 2 ഇടുമ്പോൾ ഇസറ്റിൻ്റെ പ്ലേസിൽ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ദർ ഈസ് മോഡുലസ് ഓഫ് 2 പ്ലസ് i. മോഡുലസ് ഓഫ് 2 പ്ലസ് ഐയുടെ വാല്യൂ എന്താണ്? മോഡുലസ് ഓഫ് x പ്ലസ് i y ആകുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഐൻ്റെ കൂടുതൽ ടൈം വൈ സ്ക്വയർ ആണ്. ഇവിടെ റിയൽ പാർട്ട് 2 ആണ്, ഇമേജിൻ്റെ പാർട്ട് ഐൻ്റെ കൂടുതലുള്ള ടൈം ഒന്നില്ലെങ്കിൽ എന്താണ്? 1 ആണ്. ഓക്കെ, അപ്പോൾ എന്താ വരും? സ്ക്വയർ റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. 2 സ്ക്വയർ ആകുമ്പോൾ 4 ആണ്, 1 സ്ക്വയർ ആകുമ്പോൾ 1 ആണ്. എന്ത് കിട്ടും? സ്ക്വയർ റൂട്ട് ഓഫ് 5. സ്ക്വയർ റൂട്ട് ഓഫ് 5 എടുക്കുമ്പോൾ നിനക്ക് 2 പോയിൻറ്റ് സംതിങ് എന്ന് കിട്ടും. നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ നിൻ്റെ കാൽക്കുലേറ്റർ ചെക്ക് ചെയ്ത് നോക്കും. റൂട്ട് ഓഫ് 5 റൂട്ട് 4 ആകുമ്പോൾ 2 ആണ്, റൂട്ട് 5 ആകുമ്പോൾ 2ൻ്റെ കൂടുതലാണ്. അപ്പോൾ ഇത് ഗ്രേറ്റർ ദാൻ 2 ആണ്. അപ്പോൾ സർക്കിളിൻ്റെ ഔട്ട് സൈഡാണ്. സോ ദെർഫോർ z ഈക്വൽ ടു 2 ലൈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ. ഇപ്പോൾ നമുക്ക് അടുത്ത സെക്കൻഡ് പോയിൻ്റ് നമ്പർ 2 z ഈക്വൽ ടു 3. z ഈക്വൽ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിനക്ക് എന്ത് കിട്ടും? ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സർക്കിളിൽ ഇസറ്റിൻ്റെ പ്ലേസിൽ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 3 പ്ലസ് i. 3 പ്ലസ് ഐൻ്റെ മോഡൽസ് എന്താണ്? ഇവിടെ റിയൽ പാർട്ട് 3യും ഇമേജർ പാർട്ട് ഐൻ്റെ കൂടുതൽ ടൈം 1 ആണ്. ഇപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 3 സ്ക്വയർ ദറ്റ് ഈസ് 9 പ്ലസ് ഓക്കെ സ്ക്വയർ റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. 3 സ്ക്വയർ ആകുമ്പോൾ 9, 1 സ്ക്വയർ ആകുമ്പോൾ 1. എന്ത് കിട്ടും? റൂട്ട് 10 എന്ന് കിട്ടും. ഈക്വൽ ടു റൂട്ട് 10. റൂട്ട് 10ൻ്റെ വാല്യൂ റൂട്ട് 9 ആകുമ്പോൾ 3 ആണ്. അപ്പോൾ റൂട്ട് 10 ആകുമ്പോൾ എന്തായാലും 3 പോയിൻറ്റ് സംതിങ് എന്ന് വരും. സോ 2നെ കാട്ടിൽ കൂടുതലാണ്. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 2. ദെർഫോർ 3 ലൈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ. ഓക്കെ, ഈ ബോക്സിന് ഇടണമെന്ന് ഇമ്പോർട്ടൻ്റ്. എക്സാമിന് ഈ ബോക്സ് ഇടണോ സാറേ? ഞങ്ങൾക്ക് കണ്ടാലേ മനസ്സിലാവുന്നുണ്ട് ആ പോയിൻ്റ് ഔട്ട്സൈഡ് ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ബോക്സ് ഇടേണ്ട ആവശ്യമില്ല. ഞാൻ എങ്ങനെയാണ് ഇത് ഔട്ട്സൈഡ് ഇൻസൈഡ് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇത് തരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായിട്ടാ മക്കളെ? ഈ ഫംഗ്ഷൻ അനാലിറ്റിക് ഫെയിലർ ആവുന്ന പോയിൻ്റ് ഉണ്ടായിരുന്നു 2ഉം 3യുമാണ്. ആ അനാലിറ്റിക് ഫെയിലർ ആവുന്ന പോയിൻ്റ് 2ഉം 3യും സർക്കിളിൻ്റെ ഔട്ട്സൈഡാണ് കിടക്കുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന ഗിവൺ ഫംഗ്ഷൻ സർക്കിളിൻ്റെ അകത്തും ഓൺ ദ സർക്കിൾ അനാലിറ്റിക്കാണ്. ഇത് എങ്ങനെ പറയാൻ പറ്റുന്നത്? എനിക്ക് അനാലിറ്റിക് ഫെയിലർ എന്ന പോയിൻ്റ് സർക്കിളിൻ്റെ പുറത്തല്ലേ, അപ്പോൾ സർക്കിളിൻ്റെ അകത്തില്ലല്ലോ. അപ്പോൾ സർക്കിൾ നമ്മുടെ കോഷി തിയറം പറയുന്നത് എന്താണ്? സർക്കിളിൻ്റെ അകത്തും ഓൺ ദ സർക്കിളും അനാലിറ്റിക് ആണെങ്കിൽ ഇൻറ്റഗ്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, അതിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ 2ഉം 3യും അനാലിറ്റിക് ഫെയിലർ എന്ന പോയിൻ്റാണ്, പക്ഷേ സർക്കിളിൻ്റെ അകത്തില്ല, സർക്കിളിൻ്റെ പുറത്താണ്. അപ്പോൾ കോഷി തിയറം പറയുമ്പോൾ എന്താണ്? അത് കംപ്ലീറ്റ് അനാലിറ്റിക്കാണ്. ഇവിടെ സർക്കിളിൻ്റെ ഇൻസൈഡും ഓൺ ദ സർക്കിളിലും അനാലിറ്റിക്കാണ്. കാര്യം അനാലിറ്റിക് ഫെയിലർ എന്ന പോയിൻ്റൊക്കെ സർക്കിളിൻ്റെ ഔട്ട് സൈഡ് കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് കൺക്ലൂഷൻ നേരത്തെ ഉള്ള പോലെ തന്നെയാണ്. സോ therefore last conclusion, therefore f of z is equal to f of z എന്ന് പറയുമ്പോൾ e raised to 2z divided by z square minus 5z plus 6 is analytic inside and on the circle modulus of z plus I equal to modulus of z plus I equal to 2. സർക്കിളുടെ ഇൻസൈഡും ഓൺ ദ സർക്കിൾ അനാലിറ്റിക്കാണ്. therefore ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ്, ആ ഇൻ്റഗ്രേഷന് ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ കോഷി തിയറം പറയുന്നത് 0 ആണ്. therefore ഇൻ്റഗ്രൽ ഓവർ സി നമ്മുടെ എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? തന്നിരിക്കുന്ന ഗിവൺ പ്രോബ്ലത്തിൽ e raised to 2z divided by z square minus 5z plus 6 equal to dz ഈക്വൽ ടു. നീ ഇൻ്റഗ്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് വട്ടപൂജ്യമാണ്. ഇതിനെ ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പോയാൽ z പ്ലസ് i ഈക്വൽ ടു 2 എടുത്തിട്ട് ചെയ്യാൻ പോയാൽ എന്തായാലും ഒരു ഹാഫ് ആൻ അവർ 1 അവറിൻ്റെ കൂടുതലെടുക്കും ഇതിനെ ഈ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. പക്ഷേ അതിനെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യുന്നത് എന്താണ്? അനാലിറ്റിക് ഫെയിലർ ആവുന്ന പോയിൻ്റ് ഉണ്ടോ എന്ന് നോക്കണം. ആ സർക്കിളിൻ്റെ ഔട്ട് സൈഡാണെങ്കിൽ നീ ഇൻ്റഗ്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, അതിൻ്റെ വാല്യൂസ് എന്താണ്. ഫസ്റ്റ് പ്രോബ്ലത്തിൽ സെക്കൻഡ് പ്രോബ്ലത്തിൽ ഡിഫറൻസ് എന്താണ്? ഫസ്റ്റ് പ്രോബ്ലത്തിൽ ഡയറക്റ്റായിട്ട് നമുക്ക് അനാലിറ്റിക് ഫെയിലർ എന്ന പോയിൻ്റ് കാണാൻ കിട്ടി. സെക്കൻഡ് ആകുമ്പോൾ അത് പോളിനോമിയലായിരുന്നു, നമുക്ക് ഫാക്ടറൈസ് ചെയ്ത് അത്രയേ ഡിഫറൻറ്റ് ഉള്ളൂ. ഓക്കെ, സ്റ്റിൽ ചെയ്തിട്ട് ആ ക്വസ്റ്റ്യനൊക്കെ ആൻസറൊക്കെ എല്ലാം നിങ്ങൾ എഴുതിയെടുക്കുക. ഒന്ന് ആവശ്യമുണ്ട് റിപ്പീറ്റ് ചെയ്ത് പോകുക. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിൽ പോകണം.
ഓക്കെ.